2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏറ്റവും ചങ്കെടുപ്പോടുകൂടി കാണുന്ന രാഷ്ട്രീയ കക്ഷി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് ആണെന്ന് പറയാം. കാരണം കോൺഗ്രസിൻ്റെ ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകിൽ ജയിക്കുക, ഇനിയൊരു പരാജയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാവുന്നതിലും അപ്പുറമായ ഒരു വിഷയമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. 99 എംപിമാരോടുകൂടി അവർ ലോക്സഭയുടെ പ്രതിപക്ഷമായി മാറി. എന്നാൽ അതിനെ തുടർന്ന് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാവരും 100% ഉറപ്പിച്ച ഹരിയാന അവർക്ക് നേടാൻ സാധിച്ചില്ല. തുടർന്ന് വന്ന സംസ്ഥാന ഡൽഹി ആയാലും അല്ലെങ്കിൽ മഹാരാഷ്ട്രയായാലും എല്ലായിടത്തും കനത്ത തിരിച്ചടി ഏറ്റാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ 2024 ലോക്സഭാ ഇലക്ഷന് ശേഷമുള്ള പ്രകടനം വളരെ ദയനീയമാണെന്ന് പറഞ്ഞേണ്ടിയിരിക്കും. അതോടൊപ്പം ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇവിടെ ഏറ്റവും ജനകീയനായ ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും, അത് വിശ്വപൗരനായ ശശി തരൂരാണ്. പക്ഷേ കോൺഗ്രസ്സുകാർ ഒരിക്കലും ശശി തരൂരിനെ അംഗീകരിച്ച് കണ്ടില്ല. അദ്ദേഹം എപ്പോഴും കേന്ദ്രത്തിൻ്റെ നോമിനിയായിട്ടാണ് ഇവിടെ ലോക്സഭയിൽ 4 പ്രാവശ്യം അദ്ദേഹം മത്സരിച്ച് ജയിച്ചത്. അതോടൊപ്പം വേറൊരു കാര്യമുണ്ട്, നായർക്ക് നായരെ കണ്ടുകൂടാ എന്നുള്ള ഒരു പഴമൊഴിയുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിൽക്കുന്നവരിൽ 4 പേര് പ്രധാനികളെന്ന് കഴിഞ്ഞാൽ 4 നായർ കാൻഡിഡേറ്റുകളാണ്. അതായത് VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും ശശി തരൂരായാലും അല്ലെങ്കിൽ അവിടേക്ക് എത്തി നോക്കുന്ന കെ മുരളീധരനായാലും ശരി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഇടയിലുള്ള പടലപ്പിണക്കങ്ങൾ വളരെ വളരെ ശക്തമാണ്. നമുക്കറിയാം, ശശി തരൂര് അകത്താണോ പുറത്താണോ എന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിലാണ് നിൽക്കുന്നത്. മാത്രമല്ല ഇടതുപക്ഷത്തിന് ഉള്ള ഒരു സംഘടനാ സംവിധാനം കോൺഗ്രസിനകത്തില്ല. അപ്പം നേരെ മറിച്ച് BJPയുടെ നിലപാട് ഒരിക്കലും കോൺഗ്രസിന് അനുകൂലമായി വരാനുള്ള സാധ്യത കുറവാണ്. കാരണമെന്ന് പറയുന്നത് അവരുടെ ഒരു ലക്ഷ്യം, നേരെ മറിച്ച് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവർ ഒരു എതിരാളിയായിട്ട് കോൺഗ്രസിനെ കാണുന്നുള്ളൂ, ഇടതുപക്ഷത്തിനെ കാണുന്നില്ല. കാരണം ഇന്ത്യയിൽ CPIMന് 3 എംപിമാരുള്ളപ്പോൾ കോൺഗ്രസിന് 99 എംപിമാരാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ എതിരാളിയായി കാണുന്നത് കോൺഗ്രസിനെയാണ്. അപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ, ഇപ്പോൾ BJP പുറത്ത് അധികാരത്തിൽ വരുമെന്ന് പറയുകയാണെങ്കിലും നമുക്കറിയാം അതൊന്നും നടക്കാൻ പോകുന്നതല്ല. കഴിഞ്ഞ പ്രാവശ്യം പോലും കെ സുരേന്ദ്രൻ പറഞ്ഞതാണ് 30 സീറ്റുകളിൽ നമ്മൾ നേടി അധികാരം പിടിക്കുന്നു, 1 സീറ്റ് പോലും നേടാൻ നിയമസഭാ ഇലക്ഷന് സാധിച്ചില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന സത്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഹിന്ദു വോട്ടുകളുടെ ഒരു ഏകീകരണം വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ അനുകൂലമായി വരുന്നത് ഇടതുപക്ഷത്തിനായിരിക്കും വരുന്നത്. അത് നേരെ മറിച്ച് കാരണമെന്ന് വെച്ചാൽ മറ്റു പല മേഖലകളിലും ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് അമിതമായി പ്രാധാന്യം നൽകുന്നു എന്നുള്ള തെറ്റിദ്ധാരണകളൊക്കെ പരത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതൊക്കെ കോൺഗ്രസ്സിന് ഒരു എതിർ ഘടകമാണ്. പിന്നെ ഒരു കാര്യം പറയാം, അത്ഭുതങ്ങൾ നമുക്ക് സംഭവിച്ചുകൂടുന്നില്ല. ഇടതുപക്ഷത്തിനകത്ത് അനൈക്യമുണ്ടാവുകയും കൂടുതൽ വിലക്കയറ്റവും ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ടാവുകയും വാർദ്ധക്യ പെൻഷൻ്റെ കൂട്ടാതെയൊക്കെ വരികയാണെങ്കിൽ അത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാവുകയും കോൺഗ്രസ്സിന് അനുകൂലമായി മാറുകയും ഒക്കെ ചെയ്യും. കാരണം ഇതിൻ്റെ ഒരു കാര്യം പറയുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ കക്ഷിയും അധികാരത്തിലെത്തുന്നത് പാർട്ടി വോട്ടർമാരല്ല, നിഷ്പക്ഷ വോട്ടർമാരാണ്. കാരണം വെച്ചാൽ പാർട്ടി വോട്ടർമാർ എപ്പോഴും പാർട്ടിക്ക് മാത്രമേ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസ് പാർട്ടിയുടെ വോട്ട് കോൺഗ്രസ്സുകാർക്കേ ഇടുകയുള്ളൂ, അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഇടതുപക്ഷത്തിനേ ഇടുകയുള്ളൂ, BJPയുടെ വോട്ട് BJP. പക്ഷേ ഒരു പാർട്ടി അധികാരത്തിലേറ്റുന്നതും പുറത്താക്കുന്നതും അത് നിഷ്പക്ഷരായ വോട്ടറാണ്. നിഷ്പക്ഷരായ വോട്ടർമാർ എന്ത് ചിന്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് അധികാരത്തിൽ വരാൻ സാധിക്കും. അധികാരത്തിൽ വന്നാൽ പോലും
അവരുടെ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഒരു നല്ലൊരു വ്യക്തിയെ ശശി തരൂരിനെ പോലുള്ള ഒരു വ്യക്തിയെ പ്രൊജക്റ്റ് ചെയ്ത് നേരത്തെ പ്രചരണം ആരംഭിച്ചതെങ്കിൽ അത് കോൺഗ്രസിന് വലിയ ഗുണകരമാവുമായിരുന്നു. പക്ഷേ എപ്പോഴും കോൺഗ്രസിന് സദാവുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് പാർട്ടിക്ക് അകത്തുള്ള ഒരു അനൈക്യമാണ്. അത് എത്രത്തോളം പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനും അധികാരത്തിൽ വരാൻ സാധിക്കാവുന്നതാണ്. കാരണം അവർ അത്രത്തോളം ശക്തമായി പ്രവർത്തിക്കും. കാരണം ഇനിയൊരു പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ ദയനീയമായി മാറും. പിന്നെ കൂടെ നിൽക്കുന്ന മിക്കവരും ഇനി അധികാരത്തിൽ വരില്ല എന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവരെല്ലാം പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ ദയനീയമാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് അതിശക്തമായി പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടും. അവർ വിജയിക്കുവാനുള്ള അങ്ങനെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും.